കൈപ്പേറിയ പരീക്ഷണങ്ങൾ എന്ന് നമുക്ക് തോന്നുന്നത് പലപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളാണ്. ജീവിതത്തിൽ പുതിയ ലക്ഷ്യങ്ങളിലേക്കോ ആഗ്രഹങ്ങളിലേക്കോ നമ്മൾ പോകാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരും. കഠിനമായ സിറ്റുവേഷൻസ് ഉണ്ടാകുന്നതും നിലവിലെ സാഹചര്യങ്ങൾ വളരെ മോശമാകുന്നതും എല്ലാം ഇതിൻ്റെ ഒരു പാർട്ടാണ്. പ്രകൃതിയുടെ പരീക്ഷണങ്ങളെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിൽ മേളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് ഈ വീഡിയോ കാണുക. ബിക്കോസ് എന്താണ് ടെസ്റ്റ് ഓഫ് യൂണിവേഴ്സ് എന്ന് ആദ്യം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി വരുന്നുള്ള വീഡിയോ നമുക്ക് കണ്ടിട്ട് കാര്യമുള്ളൂ. അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇനി വരുന്ന കണ്ടൻസിനെ 3 സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ടെസ്റ്റിംഗ് ഫേസിനെ പറ്റിയാണ്. അതായത് എന്തിനാണ് ഈ ടെസ്റ്റിംഗ് ഫേസിൻ്റെ ആവശ്യകത. അതിനുശേഷമുള്ളൊരു വീഡിയോ നമുക്ക് ഹൗ ടു കോർഡിനേറ്റ്, എങ്ങനെയാണ് നമുക്ക് ഈ ടെസ്റ്റ് പാസ്സാവാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ടെസ്റ്റിംഗ് ഫേസിൽ നമ്മളെ തന്നെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതെന്നാണ് ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നത്. അതിനുശേഷമുള്ള വീഡിയോയിലാണ് ഇത് അൾട്ടിമേറ്റ് കീ അല്ലെങ്കിൽ ഇതിൻ്റെ സീക്രട്ട് എന്താണ്, ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പ് ഉണ്ട്. ആ ഒരു സ്റ്റെപ്പ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ മുന്നോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ടെസ്റ്റുകൾ നമുക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ സാധിക്കും. അപ്പോൾ അതൊരു സ്കില്ലാണ്. ആ സ്കില്ല് നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. അത് ഇതിൻ്റെ ഫൈനൽ വീഡിയോയിൽ വരത്തുള്ളൂ. ഈ വീഡിയോ സീക്വൻസ് തെറ്റാതെ തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം ഇതിലെ ഓരോ പോയിൻറ്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ വായിച്ചതും എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ ഒബ്സർവ് ചെയ്തതും ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് നിന്നും പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കുന്നത് തെറ്റാണോ ശരിയാണോ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി ഇനി കുറച്ചുകൂടെ അവെയറായി നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റിയൽ ലൈഫിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ലൈഫിൽ ഈ പരീക്ഷണങ്ങൾ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. എവറിത്തിങ് ഹാസ് എ പർപ്പസ് എന്നാണല്ലോ. എല്ലാ കാര്യങ്ങൾക്കും ഒരു ലക്ഷ്യമുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുമ്പോഴും ആ സംഭവിക്കുന്നതിനൊരു കാരണമുണ്ട്. ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏറ്റവും ആദ്യത്തേത് നിങ്ങളെ ഒരു പുതിയ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാകും. നിങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൻ്റെ അടുത്തൊരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് പോകാൻ ആവശ്യമായ ഒരു ലെസൺ ഉണ്ട്. അത് നിലവിൽ നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ആ ഒരു ലെസൺ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി യൂണിവേഴ്സ് ഒരു ടെസ്റ്റ് നടത്തുന്നതാകാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ലക്ഷ്യം നേടാൻ ആവശ്യമായ ഒരു ലെസൺ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് അടുത്തൊരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ അവിടെ ഒരു ലെസൺ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ക്വാളിറ്റി അറ്റൈൻ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ലെസൺ നിങ്ങളെ പഠിപ്പിക്കുന്നതിനായിട്ട് യൂണിവേഴ്സ് നടത്തുന്ന ഒരു ടെസ്റ്റ് ആകാം. ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾക്ക് ചില ആളുകൾക്ക് ഒരു അസുഖം മാറി അടുത്തൊരു അസുഖം വരും, ആ ഒരു അസുഖം മാറുമ്പോൾ വേറൊരു അസുഖം വരും. അതായത് അവർക്കൊരു പാറ്റേൺ അവരുടെ ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ഡിവോഴ്സായ വ്യക്തി അടുത്തൊരു കല്യാണം കഴിച്ചാൽ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഡിവോഴ്സ് ആവുന്നു, അടുത്തൊരു കല്യാണം കഴിക്കുന്നു, അവിടെയും ഡിവോഴ്സ്. അതായത് ഒരു പെർട്ടിക്കുലർ പാറ്റേൺ കീപ്സ് ഓൺ റിപ്പീറ്റിംഗ്. അപ്പോൾ അൺടിൽ ആൻഡ് അൺലെസ് ആ ഒരു പർട്ടിക്കുലർ ലെസൺ യൂണിവേഴ്സ് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ലെസൺ നമ്മൾ മനസ്സിലാക്കാത്തിടത്തോളം കാലം നമുക്ക് ആ ഒരു പാറ്റേൺ ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ആ ഒരു ലെസൺ എന്താണ് എന്ന് ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക, അവെയർ ആകുക, അത് മനസ്സിലാക്കുക, ആ ഒരു ലെസൺ പഠിക്കുക. മേ ബി ആ ഒരു ലെസൺ പഠിച്ചു കഴിഞ്ഞാൽ ദ ടെസ്റ്റ് മൈറ്റ് ഗെറ്റ് ഓവർ. അപ്പോൾ ആ ഒരു ലെസൺ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്തൊരു സ്റ്റേജിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫോം ആവും. അപ്പോൾ ഉദാഹരണത്തിന് ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും നമ്മൾ പറയില്ലേ, അത് തന്നെയാണ് സംഭവം. അതായത് ആ പൂച്ച ഓൾറെഡി ആ ചൂടുവെള്ളത്തിൽ വീണപ്പോൾ ഒരു ലെസൺ പഠിച്ചു, ഇനി അത് അവെയർ ആയിരിക്കും. പക്ഷെ നമ്മൾ മനുഷ്യന്മാർ ഒരു കുഴിയിൽ പോയി വീണാലും അവിടെ നിന്ന് കിട്ടുന്ന ലെസൺ പഠിക്കാണ്ട് പിന്നെ അടുത്ത കുഴി കണ്ട് അതിലോട്ടും പോയി ചാടും. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരിലോ നിങ്ങളുടെ ലൈഫിലോ തന്നെ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ പോയപ്പോൾ ഈ പ്രശ്നമുണ്ട്, ഇവിടെ വരുമ്പോഴും പ്രശ്നമുണ്ട്. അപ്പം ഈ പ്രശ്നം എന്ന് പറയുന്നത് ഈ പുറത്തെ സിറ്റുവേഷൻ കാരണമല്ല, സംതിങ് എൽസ് ആണ് എന്ന് നമുക്ക് അപ്പോൾ ഒരു ബോധം വരും. എന്നിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, വാട്ട് ഈസ് ദ സെയിം തിങ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഹിയർ ആൻഡ് ദെയർ. അങ്ങനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ലെസൺ എന്താണ് എന്ന് മനസ്സിലാവും. സോ ഈ പരീക്ഷണത്തിൻ്റെ പല ഒബ്ജക്റ്റീവ്സിൽ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ ആവശ്യമായ ഒരു ലെസൺ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുക എന്നതായിരിക്കും. രണ്ടാമത്തെ പോയിൻ്റാണ് റിലീസിങ് പെൻഡ് അപ്പ് ഇമോഷൻസ്. അതായത് നമ്മൾ ഈ ജനിച്ച് ഈ പോയിൻ്റ് വരെ, നമ്മുടെ ഈ ഒരു പ്രായം വരെ നമ്മൾ വളർന്നു വരുമ്പോൾ പലതരത്തിലുമുള്ള ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അടിഞ്ഞു കൂടി പെൻഡപ്പായിട്ടിരിക്കും. അപ്പോൾ ഈ ഇമോഷൻസ് നമുക്ക് നല്ലതല്ല. ചിലപ്പോൾ ഇത് പഴയ കാർമിക് സബ്സ്റ്റൻസിൽ നിന്ന് വരുന്ന ഒരു ഇമോഷൻസും ആയിരിക്കാം.
ഓർ നമ്മൾ വളർന്നു വരുന്ന സാഹചര്യത്തിൽ പുറത്തും നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ഇമോഷൻസും ആയിരിക്കാം. ബീറ്റ് എനിത്തിങ് ഈ ഇമോഷൻസ് ഉള്ളിൽ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. അപ്പോൾ നമുക്ക് നിലവിൽ ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്തൊരു സ്റ്റേജിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇമോഷൻ അവിടെ കളഞ്ഞിട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഇമോഷൻസ് എല്ലാം അതിൻ്റേതായ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തണം. അപ്പോൾ അങ്ങനെ ആ ഇമോഷനെ എക്സ്പ്രസ് ചെയ്യിപ്പിച്ച് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യിപ്പിച്ച് ആ ഇമോഷൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നടത്തുന്ന ഒരു ടെസ്റ്റും ആകാം. ഡേവിഡ് ആർ ഹോക്കിൻസിൻ്റെ ലെവൽസ് ഓഫ് കോൺഷ്യസ്നസ് എന്ന് പറയുന്ന ഒരു സ്കെയിലുണ്ട്, അല്ലെങ്കിൽ സ്കെയിൽ ഓഫ് കോൺഷ്യസ്നസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ലോ വൈബ്രേഷൻ ഇമോഷൻസ് കാണാം, ന്യൂട്രൽ ആയിട്ടുള്ള ഇമോഷൻസ് കാണാൻ സാധിക്കും, ഹൈ വൈബ്രേഷൻ ഇമോഷൻസ് കാണാൻ സാധിക്കും. ഇപ്പോൾ മനുഷ്യരിൽ കുറേ പേർക്കും ലോ ഫ്രീക്വൻസിയിലുള്ള ഇമോഷൻസ് ആയിരിക്കും ഉള്ളത്. ഉദാഹരണത്തിന് ഫിയർ, പേടി, സങ്കടം, ദേഷ്യം, വെറുപ്പ്, അപമാനം, ഗിൽട്ട്, ഷെയിം, ഇങ്ങനെ പലതരത്തിലുള്ള ഇമോഷൻസും എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇമോഷൻസ് എല്ലാം തന്നെ ലോ ഫ്രീക്വൻസി ഇമോഷൻസ് ആണ്. അപ്പോൾ ഈ ഇമോഷണൽ സ്റ്റേറ്റിൽ നമ്മൾ ഭയങ്കര അൺകോൺഷ്യസ് ബീയിങ്സ് ആയിരിക്കും. ഈ മർഡർ ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ കള്ളത്തരം പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരും അങ്ങനെയുള്ള ഒരു ലോ വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ വരുന്ന ഇമോഷൻസ് ആണ് ഇതെല്ലാം. അപ്പോൾ നമ്മൾ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് അടുത്തൊരു ലെവലിലോട്ട് പോകണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ല. അപ്പോൾ അവിടെയുള്ള ഇമോഷൻസിനെ നമ്മൾ അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് അതിനെ അവിടെ റിലീസ് ചെയ്താൽ മാത്രമേ നമുക്ക് അടുത്തൊരു സ്റ്റേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇമോഷണൽ റിലീസിന് വേണ്ടിയായിരിക്കും മേ ബി ഈ യൂണിവേഴ്സ് ഈ ഒരു ടെസ്റ്റ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റ് വരുമ്പോൾ നമ്മുടെ ഉള്ളിലെ ആ ഇമോഷൻസ്, പെൻറ്റപ്പായി കിടക്കുന്ന ഇമോഷൻസ് നമുക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ നമ്മൾ അടുത്തൊരു സ്റ്റേജിലേക്ക് നമുക്ക് പോകാനും സാധിക്കുന്നു. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഇമോഷൻസിനെ നമുക്ക് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, ഈ ഇമോഷൻസിനെ നമുക്ക് റിലീസ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നമുക്ക് തന്നെ ഇങ്ങനെയുള്ള ഇമോഷൻസിനെ റിലീസ് ചെയ്യാൻ സാധിക്കുന്നത് എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽഡായിട്ട് അടുത്ത വേറൊരു വീഡിയോയിൽ പറയാം. ആസ് ഓഫ് നൗ നമുക്ക് ഈ ഒരു വീഡിയോയുടെ പ്യുവർ ലക്ഷ്യത്തിലേക്ക് തന്നെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാം. അപ്പം രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് പെൻറ്റപ്പായിട്ടുള്ള ഇമോഷൻസിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി മൂന്നാമത്തെ ഒരു പോയിൻ്റാണ് ടു റിലീസ് അറ്റാച്ച്മെൻറ്റ്. സോ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കാര്യത്തിനോട്, അതിപ്പം ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലക്ഷ്യമാകാം, എന്തോ ആയിക്കോട്ടെ, അത് ഫിനാൻഷ്യലോ ജോബ് വൈസോ ബിസിനസ്സോ അങ്ങനെ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ആഗ്രഹങ്ങളാവാം. പക്ഷേ അതിനോട് ഒരു എക്സസ് ആയിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഒരിക്കലും പാടില്ല. അറ്റാച്ച്മെൻറ്റ് അവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എക്സസ് പൊട്ടൻഷ്യൽ ഉണ്ടാകും. എക്സസ് പൊട്ടൻഷ്യൽ ഉണ്ടാകുമ്പോൾ അതിനെ ബാലൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സ് അത് മൊത്തത്തിൽ നോക്കിയിട്ട് എന്താണോ ആവശ്യം അത് ചെയ്യും. സോ നമ്മൾ എപ്പോഴും ഒരു ഗോളിനോട് മാക്സിമം ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക, ബീറ്റ് എനിത്തിങ്. ഇതൊക്കെ കുഞ്ഞിലെ നമുക്ക് ആർക്കും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഈ ഒരു പ്രായം വരെ നമ്മൾ ശീലിച്ച് വന്ന കാര്യമല്ലാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇനീഷ്യൽ സ്റ്റേജിൽ. പക്ഷേ കാർ ഡ്രൈവ് ചെയ്യാൻ പഠിക്കുന്ന പോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് വിത്ത് പ്രാക്ടീസ് നമുക്കിതെല്ലാം പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വലിയ സംഭവമൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ പഠിച്ച് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫ് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ പൊക്കോളും. അപ്പോൾ ഈ ടെസ്റ്റ് എല്ലാം സംഭവിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ നമുക്ക് ചിലപ്പം ഒരു ഓവർ അറ്റാച്ച്മെൻറ്റ് കാരണം ഒരു എക്സസ് പൊട്ടൻഷ്യൽ ഉണ്ടായി കാണും. അപ്പോൾ അതിനെ ബാലൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റ് ആയിരിക്കും. ഓരോ ടോപ്പിക്കിനെ നമുക്ക് ഇൻഡിവിജ്വലി നമുക്ക് ഓരോ വീഡിയോയിൽ പറഞ്ഞ് അതിനെ പ്രാക്ടിക്കലി നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഇതിനൊക്കെ ടാക്കിൾ ചെയ്യേണ്ടതെന്നൊക്കെ പറയേണ്ടതുണ്ട്. അപ്പം ഇനിയുള്ള വീഡിയോസ് അതിനെപ്പറ്റിയൊക്കെ ആയിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് ടു റിലീസ് അറ്റാച്ച്മെൻറ്റ്. ഇനി നമ്മുടെ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു ലക്ഷ്യത്തിലോട്ട് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിസിഷൻ എടുക്കും. അപ്പോൾ ആ ഒരു ഡിസിഷനിൽ നമ്മൾ എത്രമാത്രം ദൃഢനിശ്ചയത്തോടു കൂടിയാണ് നിൽക്കുന്നത് എന്നത് യൂണിവേഴ്സ് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യും. കാരണം ഒരേ ആഗ്രഹമുള്ള ഒരു 10 പേര് കാണും. അപ്പോൾ ഈ 10 പേരിൽ എന്തിന് നിനക്ക് ഞാൻ ഈ ഒരു സാധനം തരണം എന്നുള്ള യൂണിവേഴ്സിൻ്റെ ഒരു ചോദ്യമാണ് ആ ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഗോളിനോട് അല്ലെങ്കിൽ ഡ്രീമിനോട് എത്രമാത്രം കമ്മിറ്റഡ് ആണ്, നിങ്ങളുടെ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് എത്രയാണ് എന്ന് യൂണിവേഴ്സ് ഒന്ന് ടെസ്റ്റ് ചെയ്യും. ആത്മാർത്ഥമായിട്ടും നമുക്കിതിനോടൊരു ആഗ്രഹമുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ചില ആളുകളൊക്കെ ഒരു 10 പേരിൽ ഒരു 10 പേരെടുത്തോ, 10 പേര് ഒരു PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ കാണും. തുടക്കത്തിൽ ഇവരെല്ലാം ഭയങ്കര ആവേശത്തോടു കൂടി ക്ലാസ്സിന് പോവും, ജോയിൻ ചെയ്യും. പക്ഷേ മുന്നോട്ട് പോകുമ്പം അവർക്ക് പലതരത്തിലുള്ള ഇതുപോലെ ടെസ്റ്റ്, അവർക്ക് ഓരോ ആളുകൾക്കും ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആണ് കേട്ടോ, ഡിഫറൻ്റ് ആയിരിക്കും. എനിക്ക് കിട്ടുന്ന ടെസ്റ്റ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഉള്ളതായിരിക്കത്തില്ല വേറൊരു വ്യക്തിക്ക് കിട്ടുന്നത്. അപ്പം ഇങ്ങനെ ഈ 10 പേർക്കും 10 ഡിഫറൻറ്റ് ടെസ്റ്റ് ആയിരിക്കും അവരുടെ ലെവലിൽ നിന്നുകൊണ്ട് യൂണിവേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ അവർ ആ ടെസ്റ്റിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, മിക്ക ആളുകളും അൺകോൺഷ്യസ് ആയിട്ട് അവെയർ അല്ലാണ്ട് അവരുടെ പഴയ പാറ്റേണിലോട്ട് പോയി
അവരുടെ കമ്മിറ്റ്മെൻറ്റ് ഇല്ലയെന്ന് തെളിയിക്കും. അപ്പോൾ യൂണിവേഴ്സിന് എളുപ്പമായി, ഓക്കെ ഇവന്മാർ കമ്മിറ്റ്മെൻറ്റ് ഇല്ല, എടുത്ത് കളാം. കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാൾ കാണും, ആ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരും. ഇതാണ് ലൈഫിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫേമസ് ആയിട്ടുള്ള ഏതൊരു പേഴ്സണാലിറ്റിയുടെയും ഇൻ്റർവ്യൂ ഒക്കെ നിങ്ങളെടുത്ത് ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അവരറിഞ്ഞോ അറിയാതെയോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ മുന്നോട്ട് അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം നമുക്കിത് അറിയത്തില്ല. അപ്പം ഞാൻ തന്നെ പല സ്ഥലങ്ങളിലും പഠിച്ച കാര്യങ്ങളാണ്, കുറേയൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങളും കുറേ വായിച്ചു, കുറേ യൂട്യൂബ് വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളുണ്ട്. അതൊക്കെ ലൈഫിൽ ഒബ്സർവ് ചെയ്തു, അപ്ലൈ ചെയ്തു. അപ്പോൾ അത് നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അതിനെ അപ്ലൈ ചെയ്യുക. ഓക്കെ, സോ 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ്, നിങ്ങളുടെ ഗോളിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾക്ക് ഇതല്ലാണ്ട് എന്തെങ്കിലും നിങ്ങളുടെ ഒബ്സർവേഷനിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനാകെ മൊത്തം സമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറയുവാണെങ്കിൽ, നമ്മൾ ലൈഫിൽ പുതിയൊരു ഗോളിലേക്കോ ലക്ഷ്യത്തിലേക്കോ നമ്മൾ മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ലൈഫ് നമ്മുടെ മുമ്പിലോട്ട് കുറേ ടെസ്റ്റ് വയ്ക്കും. അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നായിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്പർ 1 തിങ് എന്ന് പറയുമ്പോൾ നമ്പർ 1 തിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാത്ത എന്തെങ്കിലും കാര്യം, പുതിയൊരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയായിരിക്കും. ഒരു പുതിയ ലെസൺ ദാറ്റ് ഈസ് വെരി നീഡഡ് ഫോർ us ടു മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് അവർ ലൈഫ്സ്. നമ്മുടെ അടുത്തൊരു സ്റ്റേജിൽ നമുക്ക് ഈ ഒരു ലെസൺ ഉണ്ടെങ്കിൽ നമുക്ക് നിന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ലെസൺ നമ്മൾ പഠിക്കണം, എന്നാലേ അടുത്ത സ്റ്റേജിൽ പോകാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് നമ്പർ 1. നമ്പർ 2 തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ എന്തെങ്കിലും പെൻഡപ്പായി കിടക്കുന്ന ഇമോഷൻ, ലോ ഫ്രീക്വൻസി വൈബ്രേഷൻ അല്ലെങ്കിൽ ഇമോഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഈ ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്പർ 3, നിങ്ങളുടെ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ്, നിങ്ങളുടെ എന്തുമാത്രം നിങ്ങൾക്ക് ദൃഢനിശ്ചയത്തോടു കൂടിയാണ്, കമ്മിറ്റഡ് ആണ് നിങ്ങൾ ഈ ഒരു ഗോളിലേക്ക് എന്ന് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ആൾക്കാരെ യൂണിവേഴ്സിന് പെട്ടെന്ന് എലിമിനേറ്റ് കളയാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഒരു ടെസ്റ്റ് നടക്കുമ്പോൾ പാരലലി ഇതേ ലക്ഷ്യമുള്ള വേറൊരാൾക്ക് ഒരു ടെസ്റ്റ് അവിടെ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ടെസ്റ്റിലാവുമ്പോൾ ഫെയിലായി കഴിഞ്ഞാൽ, നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകാം, എളുപ്പമായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്പർ 4 എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ്സ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതിലൂടെ എക്സസ് പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടായിരിക്കും ടെസ്റ്റുകൾ നടക്കുന്നത്. സോ വൺസ് ഈ ഒരു ടെസ്റ്റ് എല്ലാം പാസ്സായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടെസ്റ്റ് കഴിഞ്ഞ് നിങ്ങൾ അതിൻ്റെ അപ്പുറത്തൊരു സ്റ്റേജിലെത്തി നിങ്ങൾ പാസ്സായി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ഗോൾസ് ഭയങ്കര എക്സ്പോണൻഷ്യൽ ആയിരിക്കും, അല്ലെങ്കിൽ മൾട്ടിഫോൾഡ് ആയിട്ടുള്ള റിസൾട്ട്സ് ആയിരിക്കും. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ പൊന്നോ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ ബോധർ ചെയ്യണ്ട, ബിക്കോസ് ഗ്രാൻഡ് പ്ലാൻ ഓഫ് ദ യൂണിവേഴ്സിൽ ഇതൊക്കെ ഭയങ്കര സിമ്പിൾ സാധനമാണ്, നമുക്കാണ് ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടെസ്റ്റ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്തൊരു നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഈ ടെസ്റ്റിനെ നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള കാര്യങ്ങളായിരിക്കും അടുത്തൊരു വീഡിയോയിൽ പറയുന്നത്. സോ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയുക, ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയുള്ള വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. സോ വിത്ത് ദാറ്റ് ബീങ് സെഡ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.